ചെയ്തുകൊണ്ടിരുന്നത്. അവൾ ഒരു ഉച്ച സമയത്ത് ഒരു കുടവും എടുത്തുകൊണ്ട് കിണറ്റിൻ കരയിലേക്ക് വരികയാണ്, ഒരു കുടം വെള്ളം എടുത്തുകൊണ്ട് പോകുവാൻ. അവളെ കാത്ത പാപിയായ സ്ത്രീയെ കാത്തുകൊണ്ട് യേശു ക്രിസ്തു ആ കിണറിന്റെ കരയിൽ കാത്തിരുന്നു. അവന്റെ ശിഷ്യന്മാര് പട്ടണത്തിൽ ഭക്ഷണ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോവുകയാണ്. യാക്കോബ് തന്റെ പുത്രന് വേണ്ടി കുഴിച്ച കിണറാണ്. സിക്കാർ എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ് ആ കിണറുള്ളത്. അവള് പാപിയെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി വന്ന ദൈവം ആ പാപിയെ കാത്ത് ആ കിണറിന്റെ കരയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അവൾ അടുത്ത് വന്നപ്പോ പറയുകയാണ്, നീ എനിക്ക് വെള്ളം കോരി കുടിക്കാൻ തരിക. ആ സ്ത്രീ ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നുവോ? ശമരിയക്കാരും യഹൂദന്മാരും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ യേശു പറയുകയാണ്, നീ കോരിയെടുക്കുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹിക്കും, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് എനിക്ക് മുമ്പേ പ്രസംഗിച്ച ബ്രദർ പറഞ്ഞതിന്റെ പോയിന്റ്. അനേക കുറ്റവാളികൾ പോലും ജയിലിൽ നിന്ന് പോലും ജീവിത സാക്ഷ്യമായിട്ട് മാറി മൈക്കെടുത്ത് യേശുവിനെ പ്രസംഗിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു. അനവധി കൊലപാതകങ്ങൾ ചെയ്തു പോയിട്ടുള്ള ഇറച്ചി ആൽബിൻ എന്ന് പറഞ്ഞ വ്യക്തി 17 പേരെ കൊന്ന വ്യക്തിയാണ്. ജയിലിൽ നിന്ന് സുവിശേഷം കേട്ട് അവനൊരു വലിയ മനപരിവർത്തനമുണ്ടായി. അവൻ യേശുവിനെ ഏകരക്ഷകനും ലോകരക്ഷകനുമായിട്ട് അവൻ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ആരംഭിച്ചു. പിന്നീട് അവൻ വലിയൊരു വചന പ്രഘോഷകനായി കുടുംബ ജീവിതത്തിലേക്ക് പോവുകയാണ്. എണ്ണിയാൽ തീരാത്ത വ്യക്തിത്വങ്ങള് യേശുവിനെ അറിഞ്ഞ് മനപരിവർത്തനത്തിലേക്ക് വന്നു. തെറ്റിദ്ധരിക്കരുത്, മതപരിവർത്തനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മനപരിവർത്തനം. കുഞ്ഞെ, നീ നിന്റെ ജീവിതത്തിൽ നിന്നെ ആരും സ്നേഹിക്കാനില്ല. നീ ഇപ്പൊ നിൽക്കുന്ന തല ശൂന്യത മാത്രമാ. വട്ടപൂജ്യത്തിലാണ് നീ നിൽക്കുന്നതെങ്കിൽ നിന്നെ രക്ഷിക്കാനായിട്ട് സ്നേഹമുള്ള സ്വർഗത്തിന്റെ എല്ലാ മഹിമയും വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട് കുഞ്ഞെ. ആരെല്ലാം നിന്നെ കൈവിട്ടാലും നിന്നെ സ്നേഹം നിഷേധിക്കപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെ നീ മദ്യത്തിലായിരിക്കും ഇപ്പോൾ വേരൂന്നിയിരിക്കുന്നത്. ഒരുപക്ഷെ നിനക്ക് കയറിക്കിടക്കാൻ ഒരു ഇടമുണ്ടാവുകയില്ല. എന്നാൽ ഞാനിവിടെ ഉറക്കെ ഈ മൈക്കിൽ കൂടെ നിങ്ങളോട് ശിരസ് ഉയർത്തി നിന്നുകൊണ്ട് പറയട്ടെ, സഹോദരങ്ങളെ, നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു. ഈ ശമരിയക്കാരത്തി സ്ത്രീ ചോദിക്കുകയാണ്, ഞങ്ങളുടെ പിതാവായ അബ്രഹാത്തിനെ കഴിഞ്ഞും വലുതാണോ നീ? യേശു അവളോട് പറയാണ്, അബ്രഹാത്തിന് മുമ്പ് ഞാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 2-ാം തിരുവചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ അവിടുത്തോടു കൂടെ ആയിരുന്നു, സമസ്തവും അവനിലൂടെ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യോഹന്നാന്റെ സുവിശേഷം 1:10 പറയുകയാണ്, യാഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് കടന്നു വന്നു, എന്നാൽ പ്രകാശത്തെ അന്ധകാരം കീഴ്പ്പെടുത്തി. അത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെയാണ്. യാഥാർത്ഥ്യമായ പ്രകാശത്തെ ലോകം തിരിച്ചറിഞ്ഞില്ല. ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പഠിപ്പിച്ച ഒരു വ്യക്തിത്വം അത് കർത്താവായ യേശുക്രിസ്തുവിന്റേതാ. അത് മനുഷ്യനല്ല പിതാവേ. പ്രിയപ്പെട്ടവരെ, മനുഷ്യനാണെങ്കിൽ ശത്രുക്കളെ സ്നേഹിക്കൽ ഉണ്ടാകത്തില്ല, യുദ്ധജയത്തെ ഉണ്ടാകത്തുള്ളൂ, പിടിച്ചടക്കലേ ഉണ്ടാകത്തുള്ളൂ. ഒരു കവള തടിക്കുന്നവന് മറുകവള് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞവൻ ദൈവമായതുകൊണ്ടാ. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിച്ചു, അവൻ ദൈവമായതുകൊണ്ടാ. അടിമോക്ക് സാപത്തിനെ കൊടുത്തു, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എന്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവത്തിന്റെ സാമ്പത്തിക ശാസ്ത്രമാ പ്രിയപ്പെട്ടവരെ. അധ്വാനിക്കുന്നവര് കർത്താവിന്റെ അടുത്തേക്ക് കടന്നു വന്നാൽ അവന്റെ അധ്വാനം മാറിപ്പോകുന്നു, ഭാരം മാറിപ്പോകുന്നു, ദാരിദ്ര്യം മാറിപ്പോകുന്നു. അവൻ നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല വസ്ത്രം കൊടുക്കുന്നു, എല്ലാറ്റിനും ഉപരി അവന്റെ ആത്മാവ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പക്ഷേ പൊന്തിയോസ് പീലാത്തോസ് 2025 വർഷങ്ങൾക്ക് മുമ്പ് റോമൻ കോടതി വിധിച്ച് സൈന്യമിറങ്ങി യേശുക്രിസ്തുവിനെ കുരിശിൽ തൂക്കി. പ്രിയപ്പെട്ടവരെ, പീലാത്തോസ് എഴുതി വെച്ചിരിക്കുകയാണ്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. പിന്നെ എന്തിനാണ് കുരിശിൽ തൂക്കിയത്? നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. പീലാത്തോസിന്റെ ഭാര്യ പറയുകയാണ്, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. പിന്നെന്തിനാ കുരിശിൽ തൂക്കിയത്? 100 പട്ടാളക്കാരുടെ അധിപനായ ശതാധിപൻ പറയുകയാണ്, ഇവൻ സത്യമായും ദൈവപുത്രനാ. പിന്നെന്തിനാ കൊന്നുകളഞ്ഞത്? പ്രിയപ്പെട്ടവരെ, 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് പറയുകയാണ്, ഞാൻ നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്തു. പിന്നെന്തിനാ ഒറ്റിക്കൊടുത്തത്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലിഖിതങ്ങളെല്ലാം പൂർത്തീകരിക്കണമായിരുന്നു. മനുഷ്യന്റെ സൃഷ്ടിയുടെ ആദിമ കാലഘട്ടം മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകനെ തരുമെന്ന് പറഞ്ഞ ദൈവം